ഹായ് ഹലോ. ഇന്നത്തെ വീഡിയോ ഈ ഒരു നെക്ക് ഡിസൈൻ എങ്ങനെ സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കുക എന്നുള്ളതാണ് കേട്ടോ ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ബോഡി പാർട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ സെൻറ്റർ മാർക്കും ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലെ ഒരു ലേസാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ ആ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെയും സെൻറ്റർ ഭാഗം ഇതുപോലെ ഫോൾഡ് ചെയ്ത് നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാം. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബോഡി പാർട്ടിൽ നമ്മൾ സെൻറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ആ സെൻറ്ററും ലേസിൻ്റെ സെൻറ്റർ ഭാഗവും കൂടെ ഇതുപോലെ വെച്ചിട്ട്, ലേസിൻ്റെ ചീത്ത വശമാണ് മുകളിൽ വരുന്ന പോലെ വെക്കേണ്ടത് കേട്ടോ. അപ്പോൾ ലേസിൻ്റെ നല്ല വശവും ബോഡി പാർട്ടിൻ്റെ നല്ല വശവും കൂടെ ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ആ സെൻറ്റർ ഭാഗം നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അവിടെ ഇതുപോലെ ഒന്ന് ഒരു 2 പ്രാവശ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഒരു ഭാഗം ഇതുപോലെ മടക്കി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് തൊട്ട് സ്റ്റിച്ച് ചെയ്ത് വരാം. നമ്മൾ മറ്റങ്ങനെ എന്താ പറയുക, വേറൊരു മെത്തേഡിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് കോർണർ ഭാഗമൊന്നും കറക്റ്റായിട്ട് കിട്ടൂല കേട്ടോ. അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ഈസി ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ ഈ വീഡിയോ കാണുന്ന പോലെ തന്നെ സെൻറ്റർ ഭാഗത്തുനിന്ന് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. എന്നിട്ട് മറ്റേ വശവും കൂടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വരിക. ഇങ്ങനെ സൂചി കുത്തി നിർത്തിയിട്ട് വേണം നമ്മളിങ്ങനെ ക്ലോത്ത് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കറക്റ്റായിട്ട് കിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു കോർണർ ഭാഗമൊക്കെ നല്ലപോലെ ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ഇതുപോലെ സൂചി കുത്തി നിർത്തിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അപ്പോൾ ഈ ഒരു കോർണർ ഭാഗം കണ്ട് നമുക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു സ്റ്റിച്ച് ഇടാതെ നമ്മൾ ഈ ലേസ് ഇങ്ങനെ ഫോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിക്കൊള്ളണമെന്നില്ല കേട്ടോ. അപ്പോൾ അതുപോലെ ആദ്യം ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ സെൻറ്റർ ഭാഗത്തുകൂടി തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ലേസ് രണ്ടും സെൻറ്റർ ഭാഗത്ത് ഇങ്ങനെ എന്താ പറയുക, ഗ്യാപ്പ് വരാതെ ചേർത്ത് വെച്ചിട്ട് വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അല്ലെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്ത് ചെറിയ അങ്ങനെ എന്താ പറയുക, നമ്മളെ മെയിൻ ഫാബ്രിക് ഉണ്ടല്ലോ അത് ഇങ്ങനെ പുറത്തോട്ട് കാണും. അപ്പോൾ അങ്ങനെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ലേസ് ചേർത്ത് വെച്ചിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റിയൊരു നെക്ക് ഡിസൈനാണ് കേട്ടോ ഇത്. എന്താ പറയുക, നമുക്ക് ഇതുപോലത്തെ കളർ ക്ലോത്ത് ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ഇതുപോലെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. നെക്ക് ഡിസൈൻ പ്ലെയിൻ ആയിട്ടുള്ള മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ ഒരുപാട് വീഡിയോസായിട്ട് ഞാൻ ഇനിയും ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.